ഇതിൻ്റെ പേര് ബോർഡർ ഗ്രാസ് എന്നാണ്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതുണ്ട്. അപ്പം ഇത് ഞാൻ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ചട്ടി എടുക്കണം. അതുപോലെ മണ്ണും ചാണകപ്പൊടി ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ മണ്ണ് മാത്രമാണുണ്ടെങ്കിൽ മണ്ണിൽ നട്ടാം. വേറെ ഒരു വളവും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണും നല്ല രീതിയിൽ ഡെയിലി വെള്ളം ഒഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മണ്ണിൽ മാത്രം നട്ടാൽ മതി. എൻ്റെ വീട്ടിൽ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടി ഓപ്ഷണബിൾ ആണ്. ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് മണ്ണിൽ മാത്രം നട്ടാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് ഉണ്ടാവും. നമ്മൾ ചട്ടിയിൽ വെച്ചാൽ നമ്മൾ വെട്ടി വിട്ട് നല്ല ബുഷിയാക്കാം. അല്ലാതെ മണ്ണിൽ നടുകയാണെങ്കിൽ നമുക്ക് ബോർഡറായിട്ട് ഗാർഡനിൽ ഉപയോഗിക്കാം. ആ സമയം നമുക്കിതിൻ്റെ മേൽഭാഗം വെട്ടിവിട്ടാൽ മതി. അപ്പം ഞാനെടുത്ത ഈ ബോർഡർ ഗ്രാസിന് അത്യാവശ്യം നല്ല നീളമുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു കുഞ്ഞു ചട്ടികളിലാണ് ഞാൻ വെക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരും. എൻ്റെ കയ്യിൽ അത്യാവശ്യം 2, 3, 4 അതിൻ്റെ സ്റ്റംസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ട്. അത്യാവശ്യം നല്ല രസമാണ്. കുഞ്ഞു ഫ്ലവർ ആണെങ്കിൽ കൂടി നല്ല ഭംഗിയാണ് ഈ പച്ച കളറിൽ ആ വൈറ്റ് ഫ്ലവർ കാണാൻ വേണ്ടി. അത്യാവശ്യം ഞാനൊരു 5 ചട്ടിയിലാണ് ഇതിപ്പോൾ നിറച്ചിരിക്കുന്നത്. നിങ്ങളെ ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് കാണിക്കുന്നത്, പക്ഷേ ഞാൻ 5 ചട്ടികളിലേക്ക് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത് അത്യാവശ്യം ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്.